കുറച്ച് ബ്ലഡ് ആവശ്യമായിട്ട് വരും. അതിനുള്ള സംവിധാനം ഉടനെ അറേഞ്ച് ചെയ്യണം. ഡോക്ടർ, ശാലിനിക്ക് എന്താ അവസ്ഥ? ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ധാരാളം ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കുക. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. പരിധി ഇല്ലാതെ സഹായിക്കാൻ പറ്റുന്നത് ഈശ്വരന് മാത്രമാണ്. സാർ ടെൻഷൻ അടിക്കണ്ട. എല്ലാ കാര്യങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തോളാം. കളക്ടർക്ക് എങ്ങോട്ട്? സീരിയസ് ആണോ? ഈ മീഡിയക്കാരുടെ വാടപ്പിക്കേണ്ട സമയമായി. തെറ്റായ വാർത്തയാണെന്നേ ഈ ചാനലിലെല്ലാം പടച്ചുവിടുന്നത്. ആള് തീർന്നു വരെ ചിലപ്പോൾ അവർ പറഞ്ഞത്. ഞാൻ ആ ഞെട്ടല്ലേ ഇങ്ങോട്ട് വന്ന് കയറിയത് തന്നെ. ഈ പറയുന്നത് ഈ വല്ല സത്യം ഉണ്ടോന്ന് അറിയണമല്ലോ. എന്റെ ഭാര്യ ചത്തോന്ന് അറിയണം അല്ലേ? ഇതാ കണ്ടില്ലേ, വിഷ്ണുവും തെറ്റിദ്ധരിച്ചു. ഹോസ്പിറ്റലായി പോയി, അല്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ. എടാ കുരുപ്പേ, നിന്റെ ഭാര്യ അത്യാസന്ന നിലയിലായി പോയത് കൊണ്ട് കൊള്ളാം. ഇല്ലെങ്കിൽ നിന്റെ ഈ നാവാട്ടത്തിനുള്ള പണിയൊക്കെ ഇപ്പോഴും എൻ്റെ ഉണ്ടാ. ഇതേ ഓൾഡ് സ്റ്റോക്ക് അല്ല, ന്യൂ സ്റ്റോക്കാ. അതുകൊണ്ട് അധികം കരുത നീ നെകളിക്കണ്ട. ചന്ദ്രബോസ്, വീട്ടി വിട്ട് നിൽക്കാൻ ഞാൻ. എന്റെ കൺമുന്നിൽ ഇപ്പോഴുള്ളത് ശാലിയെ കുത്തിയവന്റെ ചിത്രം മാത്രമാ. അതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടാ ഇനിയുള്ള എന്റെ നീക്കം. അതിനു മുമ്പ് അവന്റെ പിന്നിലുള്ള പ്രമാണിമാർക്ക് മുമ്പിൽ നിന്റെ പേര് പതിയാതിരിക്കാൻ നീയൊന്ന് പ്രാർത്ഥിച്ചോ. പതിഞ്ഞ പിന്നെ നീ ഇല്ല. അങ്ങനെ പതിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നെ അങ്ങ് തീർക്കൂടാ. അതിനുള്ള ടൂള് നിന്റെ മടുത്തെറുപ്പിലുണ്ടോടാ? ഉണ്ടെങ്കിൽ ഒന്ന് മൂർച്ച കൂട്ടിവെച്ചോ. നിന്റെ തിരക്കിട്ട തിരച്ചിലിനിടയിൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. പക്ഷെ അപ്പോ നിനക്ക് ആയുധമെടുത്ത് പ്രയോഗിക്കാനായിട്ട് നിന്റെ മുട്ടൊന്ന് നിവർന്നു കിട്ടാൻ ഇപ്പോഴേ നീ മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടി വരും. കാരണം അച്ഛാ, അച്ഛൻ ഇവിടെ വന്നിരിക്കുവാണോ? ചായ. മോളെ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഇന്ന് ക്ഷേത്രത്തിൽ വെച്ച് നിന്റെ അമ്മയെ കണ്ടിരുന്നു. നിന്റെയും പപ്പിയുടെയും വിശേഷങ്ങളൊക്കെ ചോദിച്ചു. വിശേഷങ്ങൾ പറയാനൊക്കത്തില്ലല്ലോ, ദുരന്തങ്ങളല്ലേ നടക്കുന്നത്. അച്ഛാ, പപ്പിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി നൽകാനാവാതെ നിൽക്കാൻ ഞാൻ. അവളുടെ അടുത്ത് അവളുടെ അച്ഛൻ എന്താ വരാത്തെന്ന് ഞാൻ എന്ത് പറഞ്ഞാ മനസ്സിലാക്കുക? എന്ത് കാരണം അച്ഛാ ഞാൻ പറയാ? ഇത് എന്നാ ശാരദാമ്മയും പറയുന്നു. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു. രോഹിത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോന്നാ അവര് തിരക്കിയതേ. എന്തു പറയണമെന്നറിയാൻ വയ്യാതെ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഭാര്യയും മോളെയും നോക്കാതെ തന്നിഷ്ടത്തിന് നടക്കുന്നവനൊക്കെ കുടുംബത്ത് കയറ്റരുന്നേ ഞാൻ പറയൂ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെല്ലാം ഒരാളിന്റെയും ആശ്രയമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരാ. അങ്ങനെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം
യുവമാർക്കൊക്കെ. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ളവന്മാരെ ഓർത്ത് ഒരിക്കലും ജീവിതം കരഞ്ഞു തീർക്കരുത്. ദേ, ഇവിടുത്തെ അവസ്ഥയൊക്കെ നിനക്കറിയാലോ. മുങ്ങാൻ പോകുന്നൊരു കപ്പലായത്. ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നവരൊക്കെ രക്ഷപ്പെടണം. ശാരദാമ്മയോട് മോളെയും കുഞ്ഞിനെയും ഇവിടെ വന്ന് വിളിച്ചുകൊണ്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേ മോളെ, ഇനി ഇവിടെ നിൽക്കണ്ട. ഇതൊരു ഒഴിഞ്ഞു കൂടുപോലെ കിടക്കും. അച്ഛൻ പറയുന്ന മോക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? അവിടെ നിന്റെ വീട്ടിലാവുമ്പോ പപ്പിക്ക് സത്യയുടെ കൂട്ടുണ്ട്. മനസ്സിന് സമാധാനം കിട്ടുന്ന എവിടെയാണോ അവിടെയാ നമ്മൾ പോയി നിൽക്കേണ്ടത്. ഇവിടെ നിന്നാ നിങ്ങൾക്കതൊരിക്കലും കിട്ടത്തില്ല. പപ്പിമോടെ പഠിത്തത്തിനും അവിടെ തന്നെ നിൽക്കുന്ന നല്ലത്. പിന്നെ അവൻ്റെ രോഹിത്തിൻ്റെ കാര്യം അതിനി നോക്കണ്ട. അവനിപ്പം ലഹരിയുടെ മറ്റൊരു ലോകത്താ. മദ്യമാ ഇപ്പം അവനെ കൊണ്ടു നടക്കുന്നേ. പിന്നെ അതിനവന് കുറേ ഒത്താശക്കാരുണ്ട്.